ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വന്തം വോയിസ് പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് സ്വാഗതം. ഗൈസ്, ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ച് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നിർബന്ധിച്ചിട്ട് വന്നതാണ്. ഒരു മെസ്സേജ് അല്ല, ഒരുപാട് മെസ്സേജുകൾ ഈ ഒരു ന്യൂസ് അറിഞ്ഞപ്പോൾ തൊട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ക്ലാരിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഞാൻ ഫസ്റ്റ് അറിഞ്ഞത് അത് ഒരു ഇന്ത്യൻ റെഡ് ലിസ്റ്റിലേക്ക് ആക്കി ജസ്റ്റ് ഹോട്ടൽ ക്വാറന്റൈൻ മതി എന്നാണ്. പക്ഷേ അതല്ല. എന്തായാലും എന്നെ വീഡിയോ ചെയ്യാനായിട്ട് പ്രേരിപ്പിച്ച എല്ലാവർക്കും നന്ദി. ഞാൻ കൂടുതലും ഈ ഒരു ന്യൂസിനകത്ത് വീണ്ടും ഞാൻ ചെക്ക് ചെയ്തു. ഞാൻ ഇന്നലെ ചെക്ക് ചെയ്തു. അപ്പോൾ ആ ടൈമിൽ ഇത് റെഡ് ലിസ്റ്റിൽ ആയിരുന്നു. അപ്പോൾ നോർമലി റെഡ് ലിസ്റ്റിൽ വരുമ്പോഴവർക്ക് ഹോട്ടൽ ക്വാറന്റൈൻ ആണ്. പക്ഷേ ഈ കേസിന് അങ്ങനെയല്ല വന്നിരിക്കുന്നത്. അപ്പം നമ്മളത് നോക്കാം. അതേപോലെ തന്നെ എൻ്റെ ഒരു സജഷൻ അതും കൂടി ഞാൻ പറയാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം. ഒരു ബിഗ് ബ്രോ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എൻ്റെ സജഷൻ എടുത്ത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആക്കാൻ കഴിയുമെന്ന് നിങ്ങൾ നോക്കി നോക്ക്. സജഷനാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏജൻസികൾ വെച്ച് നിങ്ങൾക്ക് ചെയ്യിപ്പിക്കാം. 23-ാം തീയതി ഫ്രൈഡേ 4 മണിക്ക് ആണ് ഇത് നിയമം നിലവിൽ വരുന്നത്. ഇനി നമുക്ക് ദിവസങ്ങൾ വളരെയധികം കുറവാണ്. 1-2 ദിവസമുള്ള കയ്യിൽ. ഈ ദിവസത്തിനുള്ളിൽ ഒരു ടിക്കറ്റ് കിട്ടുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. മാക്സിമം എന്നെ വിളിക്കുന്നവരോട് ഞാൻ പറയാം, നിങ്ങൾ ടിക്കറ്റ് എങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ നോക്കി, കുറച്ച് അല്പം പൈസ കൂടിയാലും കുഴപ്പമില്ല എന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരുപാട് ഇത്ര നേരവും ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് ഇത് വെറും ഒരു റെഡ് ലിസ്റ്റിൽ പെടുത്തി ഇന്ത്യനെ മീൻസ് നമുക്ക് ഇവിടെ വരുമ്പോൾ ഹോട്ടൽ ക്വാറന്റൈൻ മാത്രം മതി എന്നാണ്. എന്നാൽ അങ്ങനെയല്ല മച്ചാമാരെ. ഇതിനകത്ത് ഇന്ത്യനെ ബാൻ ചെയ്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ ആ അപ്ഡേറ്റ് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ പലരും എൻ്റെ അടുത്ത് പറഞ്ഞു ഇന്ത്യന് ബാനാണോ. ആ ന്യൂസിൽ തന്നെ പറയണ്ടായിരുന്നു ബാനാണോ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഇന്നലെ അവരുടെ സ്പീച്ച് കേട്ടപ്പോഴും എനിക്കതിൽ വ്യക്തമായിട്ടില്ല അത് ഇന്ത്യ ബാനിലേക്ക് നീക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന്. പക്ഷേ ഇന്ന് കാലത്ത് ഞാൻ വീണ്ടും UKVAയുടെ വെബ്സൈറ്റിനകത്ത് കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇന്ത്യനെ ബാൻ ലിസ്റ്റിലേക്ക് ആക്കിയിട്ടുണ്ട്. ഞാൻ ആ ലിങ്ക് താഴത്ത് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിച്ചു നോക്കുക. അതേപോലെ തന്നെ ഇങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ ഇനി വളരെയധികം ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഈ 3 ദിവസത്തിനകത്ത് ടിക്കറ്റുകൾ എടുക്കാൻ പറ്റുന്നവർ മാക്സിമം ടിക്കറ്റ് എടുക്കുക. എപ്പോൾ ഇന്ത്യനെ ബാൻ ലിസ്റ്റിൽ നിന്ന് റിമൂവ് ചെയ്യും, അതേപോലെ തന്നെ എപ്പോൾ നമ്മളുടെ ഈ റെഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റും എന്ന് നമ്മളുടെ മീൻസ് ഇന്ത്യയിലെ COVID-19 സിറ്റുവേഷൻ അനുസരിച്ചിട്ടിരിക്കും. COVID-19 ഇന്ത്യയിൽ കൺട്രോൾ ആവുകയാണെങ്കിൽ, കുറയുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇന്ത്യനെ റെഡ് ലിസ്റ്റിൽ നിന്നും അതേപോലെ തന്നെ ഈ ബാൻ ലിസ്റ്റിൽ നിന്നൊക്കെ മാറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഇന്ത്യയുടെ സ്ഥിതി ഇപ്പോൾ വളരെയധികം മോശമാണ്. ഇപ്പോൾ ഡേ ടു ഡേ വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ന്യൂസ് നമ്മൾ കേട്ടു. എന്തായാലും അത് നമ്മൾ വരുത്തി വെച്ച മിസ്റ്റേക്കുകൾ തന്നെയാണ്. പക്ഷേ അതിൽ ബലിയാടാവുന്നത് നമ്മളെപ്പോലെ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണ്. പുറത്തേക്ക് പഠിക്കാനായിട്ട് പലരും ഒരുപാട് വർഷങ്ങൾ മുന്നേ പ്ലാൻ ചെയ്ത് ലോൺ എടുത്ത് പൈസ ഉണ്ടാക്കിയിട്ടാണ് ഈ പരിപാടിക്ക് വരുന്നത്. എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അവരുടെ വിഷമം കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് എൻ്റെ സൈഡിൽ നിന്ന് ഒരു സജഷൻ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എസെൻഷ്യൽ വർക്കേഴ്സിന് UK ഈ ബാൻ ടൈമിലും റെഡ് ലിസ്റ്റ് ടൈമിലും വരാനായിട്ട് ബുദ്ധിമുട്ടില്ല എന്ന് ഞാൻ കേട്ടായിരുന്നു. അപ്പോൾ നമ്മളുടെ യൂണിവേഴ്സിറ്റി, നമ്മളുടെ കോഴ്സ് അത് എസെൻഷ്യൽ കോഴ്സാണ്. ഇല്ലെങ്കിൽ നമുക്കത് ഫേസ് ടു ഫേസ് ക്ലാസ്സിൻ്റെ ആവശ്യമുണ്ട് എന്ന് യൂണിവേഴ്സിറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അങ്ങോട്ട് വരാനായിട്ട് പറ്റിയേക്കാം. രണ്ടാമത്തെ കേസ്, ഇവിടെ മെയ് 17 തൊട്ട് ഫേസ് ടു ഫേസ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മെയ് 17 തൊട്ട് ഫേസ് ടു ഫേസ് ക്ലാസ് തുടങ്ങുന്നത് കൊണ്ട് തന്നെ ഇവിടെ എല്ലാവരും എത്തണം എന്ന്, ഇല്ലെങ്കിൽ ഫേസ് ടു ഫേസ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം എന്ന് യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് പലർക്കും മെയിൽ വന്നിട്ടുണ്ട്. അതിവിടെ എത്തിയിട്ടുള്ള സ്റ്റുഡൻസിനെല്ലാം മെയിൽ വന്നിരിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഈവൻ എൻ്റെ വൈഫിനടക്കം മെയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തന്നെ നിങ്ങൾക്ക് ഇവിടെ എത്തിച്ചേരാനായിട്ടാവും. ഒരുപാട് കുട്ടികൾ മെയ് ഇൻടേക്കിലേക്കും അതേപോലെ തന്നെ ഒരുപാട് കുട്ടികൾ വിസ എടുത്ത് വെച്ചിട്ട് അവർ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരു 2-3 ആഴ്ച മുമ്പ് ഞാൻ വീഡിയോ ചെയ്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു ഇന്ത്യനെ റെഡ് ലിസ്റ്റിലേക്ക് വരുത്താൻ, ഇന്ത്യനെ റെഡ് ലിസ്റ്റിലേക്ക് ആവാൻ ചാൻസ് വളരെയധികം കൂടുതലാണെന്ന്. കാരണം ഇവിടെ പാർലമെന്റിലും കാര്യങ്ങൾ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യനെ റെഡ് ലിസ്റ്റിൽ കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ഇന്ത്യൻ റെഡ് ലിസ്റ്റിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഭീമമായ തുക നഷ്ടം ആവില്ല. പിന്നെ രണ്ടാമത്തെ കേസ്, ട്രാവൽ ബാനിൻ്റെ കേസ് ഞാൻ അന്നും പ്രെഡിക്റ്റ് ചെയ്തില്ലായിരുന്നു. കാരണം ഇപ്പോൾ ഒരു ഇരുട്ടടി പോലെയാണ് ഈ ട്രാവൽ ബാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കിട്ടുന്ന ടിക്കറ്റ് 2 ദിവസത്തിനുള്ള കിട്ടുന്ന ടിക്കറ്റുകൾ എടുത്തിട്ട് വരാനായിട്ട് നോക്കുക. അതേപോലെ
ഇനി യൂണിവേഴ്സിറ്റി സൈഡിൽ നിന്നുള്ളൊരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് എത്താനായിട്ട് പറ്റുള്ളൂ. മാക്സിമം നിങ്ങൾ ഏജൻസിയുടെ കൈകാലം പിടിക്കുക, ഇല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡെലിഗേറ്റ്സുമായിട്ട് നിങ്ങൾ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനിൽ നിൽക്കുക. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ തന്നെ ചില കോഴ്സ് ആൾക്കാർക്ക് ഡയറക്റ്റ് ഇവിടെ വന്ന് പഠിക്കാനായിട്ടുള്ള സാഹചര്യം യൂണിവേഴ്സിറ്റിക്കാർ ഒരുക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫേസ് ടു ഫേസ് ക്ലാസ്സും കൂടി തുടങ്ങിയത് കൊണ്ട് തന്നെ ഇവിടെ COVID-19 ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ടും ഇവിടെ ഫേസ് ടു ഫേസ് ക്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി മാക്സിമം എല്ലാവരെയും ഇവിടെ എത്താനായിട്ടുള്ള ഒരു മെയിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ട്. അങ്ങനെ നിങ്ങൾ യൂണിവേഴ്സിറ്റി സൈഡ് നിങ്ങൾക്കൊരു മെയിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ചിലപ്പോൾ ഒരു പക്ഷേ ട്രാവൽ ചെയ്യാൻ പറ്റിയേക്കാം. ഇത് എൻ്റെ ഒപ്പീനിയനാണ്, എൻ്റെ മാത്രം ഒപ്പീനിയനാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചിന്തിച്ച ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് ഇറങ്ങുക. കാരണം ഇതിൻ്റെ വരും വരായികളെ കുറിച്ചൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. കാരണം ഞാൻ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പെട്ടെന്ന് എൻ്റെ തലയിൽ ഉദിച്ചൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് ചിന്തിക്കുക, ഇൻ കേസ് യൂണിവേഴ്സിറ്റി നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം, നിങ്ങൾ ഫേസ് ടു ഫേസ് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ഇവിടെ പ്രശ്നമില്ല എന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹോട്ടൽ ക്വാറന്റൈൻ ആണെങ്കിലും എടുത്തിങ്ങോട്ട് പോരാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ യൂണിവേഴ്സിറ്റിയായിട്ട് മെയിൽ ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഏജൻസി ത്രൂ അവരെ വെച്ചിട്ടും, കാരണം ഈ ഏജൻസികൾ മെയിൻ ഒരു ഏജൻസി ഉണ്ടാവും, അവരെ ത്രൂ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വഴങ്ങാനുള്ളൊരു ചാൻസ് ഉണ്ടാവും. നിങ്ങൾ നെഗറ്റീവ് കോവിഡ് റിപ്പോർട്ടും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി വെച്ച് നിങ്ങൾ ഇതിനു വേണ്ടി ട്രൈ ചെയ്യുക. ഒരു പക്ഷേ ദൈവം സഹായിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എത്തിപ്പെടാനും നിങ്ങൾക്ക് ഇവിടുത്തെ ഹോട്ടൽ ക്വാറന്റൈൻ ഇരുന്ന് നിങ്ങൾക്ക് സുഖമായിട്ട് ഇവിടുത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും പറ്റും. നിങ്ങൾ ഈ ഹോട്ടൽ ക്വാറന്റൈൻ്റെ പൈസ നോക്കണ്ട. ബാൻ വന്നു കഴിഞ്ഞാൽ എത്ര മാസത്തേക്കാണ് എത്ര ദിവസത്തേക്കാണ് ഇതൊന്നും പറയാൻ പറ്റില്ല. 10 ദിവസം കൂടുമ്പോഴാണ് റിവ്യൂ ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടായിരുന്നു. പക്ഷേ ഇന്ത്യൻ്റെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് ഒരു കാരണവശാലും അവർ ബാൻ ലിസ്റ്റിൽ നിന്ന് മാറ്റുക എന്നുള്ളത് ചിന്തിക്കാനും പോലും ആവില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം കേസുകളാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ UK എല്ലാവർക്കും തന്നെ ഒരു പേടി ഉണ്ടാവും. മീൻസ് അതുകൊണ്ട് തന്നെയാണ് ഗവൺമെൻറ് ഇങ്ങനൊരു ഡിസിഷൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ മച്ചാമാരെ ഇതിൻ്റെ ഒരു സജഷനാണ്, ഹംബിൾ സജഷനാണ്, ബിഗ് ബ്രോൻ്റെ സജഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം, എൻ്റെ വാക്കുകൾ എടുക്കാതിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ആവശ്യമുള്ളവർ എടുക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടുക. എൻ്റെ ചാനലിൽ ഞാൻ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ ഞാൻ സപ്പോർട്ട് ചെയ്യണോ കാര്യങ്ങളൊന്നും പറയില്ല. ഈ സാഹചര്യം എനിക്ക് വളരെയധികം മനസ്സിലായി. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും കമ്പൽ ചെയ്യില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വീഡിയോ എടുക്കുക. ഇതിൻ്റെ ഞാൻ ലിങ്ക് താഴത്ത് കൊടുക്കുന്നുണ്ട്. ഇന്ത്യനെ ബാൻ ലിസ്റ്റിലേക്ക് മാറ്റിയിരിക്കുന്നത് അത് ശരിക്കും വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ലിങ്കിൽ ചെക്ക് ചെയ്യുക. ബാക്കി ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ ബൈ.